അതെ, ശ്രവണാനന്ദവും മനസ്സിന് കുളിർമയും പ്രകൃതിക്ക് ഊഷ്മളതയും നൽകി മന്ദമാരുതനോടൊത്ത് ഒഴുകിവരുന്ന ഈ മധുര സംഗീതം മനസ്സ് വ്യാകുലമാക്കി തിരക്ക് പിടിച്ചോടുന്ന നമ്മെ ഒരു നിമിഷമെങ്കിലും വർഷങ്ങൾക്ക് പിന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. ജന്മത്തോടൊപ്പം പിറവിയെടുത്ത സംഗീതവുമായി കുടുംബത്തിന്റെ പശിമടക്കുകൾ നിവർത്താൻ സ്വന്തം വയറ്റിലെ മാംസപേശികളിൽ കൈവിരലുകൾ കൊണ്ട് താളമിട്ട് കോഴിക്കോടിന്റെ തെരുവീഥികളെ അരങ്ങാക്കി മാറ്റി സംഗീതത്തിന്റെ രാജവീഥി തീർത്ത് പാട്ടുപാടി ജനമനസ്സുകളിൽ ഇമ്പമായി വളർന്ന് പിൽക്കാലത്ത് സംഗീത ലോകത്തിന്റെ ഉയരങ്ങൾ കീഴടക്കി മലയാളികളുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയെടുത്ത ശ്രീ MS ബാബുരാജിന്റെ ജ്വലിക്കുന്ന സ്മരണയ്ക്ക് മുന്നിൽ ഞങ്ങൾ പ്രണാമം അർപ്പിക്കട്ടെ. സംഗീതത്തിന്റെ നേരറിവുകൾ എന്തെന്നറിയാതെ വഴിയോരങ്ങളിൽ സംഗീതം വിറ്റ് നടന്നിരുന്ന ആ കുട്ടിയെ മലയാളികളുടെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ ബാബുരാജാക്കി മാറ്റിയത് അവനിലെ ശുദ്ധ സംഗീതത്തിന്റെ തെളിമയാർന്ന അന്തർധാര മനസ്സിലാക്കിയ ഒരുപറ്റം സഹൃദയരായിരുന്നു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. സംഗീതം ദൈവികവും ജന്മസിദ്ധവുമാകുന്നു. ഇന്നിന്റെ പണക്കൊഴുപ്പ് സംഗീതത്തിലൂടെയുള്ള പ്രയാണത്തിൽ പ്രകൃതിദത്ത സംഗീതത്തിന്റെ മുടിചൂടാമണന്മാരായ ഇത്തരം ബാബുക്കമാരെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് വൈദ്യുതിയുടെ പിൻബലത്തിൽ ഉയർന്നുവരുന്ന ഗിറ്റാറിന്റെ ചെവി തുളക്കുന്ന ശബ്ദമല്ല, ഒരു ചിരട്ടയും 4 കമ്പിയും പിന്നെ ഈ കൊച്ചു നാടോടി ബാലന്റെ ഇത്തിരിപ്പോന്ന ഒരു കലാഹൃദയവും ചേർന്നുണ്ടാവുന്ന മധുര ശബ്ദമാണ്. കേൾവിക്കാരുടെ ചഞ്ചല ഹൃദയങ്ങളുടെ ചാഞ്ചാട്ടത്തിന് ഒരു വേള വിരാമമിട്ട് നമ്മൾ അറിയാതെ തന്നെ ആസ്വാദനത്തിന്റെ പരമോന്നതിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഈ തമ്പുരുനാഥ മുതിർക്കുന്ന കുഞ്ഞുവിരലുകൾ നമ്മുടെ പഴയ ബാബുക്കയെ പോലെ തെരുവീഥികളെ അരങ്ങാക്കി മാറ്റിയ ഒരു നാടോടി ബാലന്റേതാണ്. സംഗീതത്തിന്റെ ബാലപാഠങ്ങൾ പേരുകേട്ട ഒരു ഗുരുനാഥന് ദക്ഷിണ വെച്ച് പഠിക്കാതെ തികച്ചും ജന്മസിദ്ധമായി ലഭിച്ച ഈ താളബോധം ഒരു കൊച്ചു വാദ്യോപകരണത്തിലൂടെ പുറത്തേക്ക് ഒഴുകിയെത്തുമ്പോൾ മനസ്സിൽ ഒരു താളവും ഇല്ലാതിരിക്കാം. പക്ഷേ പശിയടങ്ങാത്ത വയറും അനാഥത്വം നിറഞ്ഞ മനസ്സും മാത്രമുള്ള ഇവന് ജീവിത സ്വപ്നത്തിന്റെ ഒരു നല്ല താളബോധമുണ്ടായിരിക്കാം. ഈ സമൂഹത്തിന് ഒരു നിമിഷം ചിന്തിച്ചുകൂടെ,
ഈ കലാകാരനെക്കുറിച്ച്, അവന്റെ കഴിവിനെക്കുറിച്ച്? അവന്റെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കേണ്ട നാം തന്നെ നമ്മുടെ അഭിനന്ദനം ഒരു നാണയത്തൊട്ടിന്റെ രൂപത്തിൽ അവന്റെ കൈകളിൽ വെച്ചു കൊടുക്കും. അല്ലെങ്കിൽ അവന്റെ സംഗീതം മതിവരുവോളം ആസ്വദിച്ച് ആ കൈതട്ടി മാറ്റി നാം നിസ്സംഗത അഭിനയിക്കുന്നു. ചടുല സംഗീതത്തിലൂടെ ആബാലവൃദ്ധം മനസ്സുകളെയും ചാഞ്ചാട്ടമാട്ടുന്ന അടിപൊളിയുടെ കാലമാണിത്. ഇലക്ട്രോണിക് വാദ്യോപകരണങ്ങളുടെ അമിത ചേരുവകൾ ചടുലത തീർത്ത് കൂടെ യുവതികളുടെ മേനിക്കൊഴുപ്പുകളോടെ കാണികളുടെ സിരകളെ ത്രസിപ്പിച്ച് ഒരു മോഹവലയത്തിൽ യുവ മനസ്സുകളെ തളച്ചിടാൻ സാധിച്ച ഒരു സമകാലിക ലോകമാണ് ഇന്ന് നമുക്ക് മുന്നിൽ. വിലപിടിപ്പുള്ള ഈ ഉപകരണങ്ങളുടെ പ്രാഗൽഭ്യം തെളിയിക്കാൻ 10,000 ചെലവഴിക്കുന്ന ഒരു പണക്കൊഴുപ്പിന്റെ സംഗീതം. പണമില്ലാത്തവൻ പിണം എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥതലങ്ങൾ വെളിപ്പെടുത്തുകയാണിവിടെ.
ഒരു ചിരട്ടയും 3-4 നൂൽക്കമ്പികളും ഇത്തിരി കൈതോലനാരും മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ച ഈ കൊച്ചു സംഗീതോപകരണത്തിന്റെ മധുരം ഒന്ന് വേറെ തന്നെയാണ്. ഇതിന് പല്ലവിയോ അനുപല്ലവിയോ പഠിക്കാതെ തെരുവീഥികളിൽ കണ്ടും കേട്ടും ഈണങ്ങൾ കോർത്തെടുക്കുന്ന ഈ കൊച്ചു കലാകാരൻ പുരാണകഥയിലെ ഇതിഹാസമായ ഏകലവ്യന് എത്ര തീണ്ടാപ്പാട കലയാണ്. വളർന്നു വന്ന സാഹചര്യമോ കഷ്ടപ്പാടുകളോ ഇവനെ ഒരു സാമൂഹ്യ വിരുദ്ധനോ കള്ളനോ കൊലപാതകിയോ ആക്കിയില്ല. നന്നേ ചെറുപ്പം മുതൽ തന്നെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ഇവൻ സ്വന്തമെന്ന് പറയാൻ എന്തുണ്ട്? നിത്യദാരിദ്ര്യത്തിൽ നിന്നും കരകയറാൻ ദൈവം കനിഞ്ഞു നൽകിയ ഈ കലാഹൃദയം മാത്രം. ഈ സമൂഹത്തിന് ഇവനെ അംഗീകരിക്കാൻ കഴിയില്ലായിരിക്കാം. പക്ഷേ ഈ കലാകാരന്റെ കഴിവിനെയെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിക്കൂടെ? നഷ്ടങ്ങളുടെ കറുപ്പിൽ നിന്നും അംഗീകാരത്തിന്റെ വെളിച്ചത്തിലേക്ക് ഈ കൊച്ചു കലാകാരനെ നയിക്കേണ്ടത് നമ്മളാണ്. പണം ചിലവഴിച്ച് നിരന്തര നിർബന്ധത്തിലൂടെ നമ്മുടെ മക്കൾ നേടുന്ന സംഗീതത്തെക്കാൾ ഒരു ചുവടെങ്കിലും മുന്നിലല്ലേ ഏകലവ്യന്റെ ഇച്ഛാശക്തിയും സമർപ്പണ ബോധവും കൈമുതലാക്കി നേടിയെടുത്ത ഇവന്റെ സംഗീതം? സ്വന്തമായി കിടപ്പാടം പോലുമില്ലാത്ത ഇവനിൽ അനാഥത്വവും പട്ടിണിയും നിറഞ്ഞു നിൽക്കുമ്പോഴും ഹൃദയത്തിന്റെ ഉള്ളറകളിൽ ഈശ്വരചിന്തയുടെയും രാജ്യസ്നേഹത്തിന്റെയും മഹത്വം വിളിച്ചറിയിക്കുന്ന ഒരുപിടി ഗാനങ്ങളും നെഞ്ചിലേറ്റുന്ന ഈ കലാകാരൻ വെറും പാമരനാം പാട്ടുകാരൻ.